നമ്മുടെ സാധാരണ ബൈബിൾ സ്റ്റഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിലെ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 തെസ്സലോനി 4:3 ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മൾ ഈ പുതിയ നിയമത്തിന്റെ ആത്മാവിൽ ഒരു വിശുദ്ധീകരണത്തിന്റെ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളൊരു പരീക്ഷത്വത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പുതിയ നിയമത്തെ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ആത്മാവാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയമായിട്ട് വളരുന്നു എന്നുള്ളൊരു തെളിവ് നമ്മൾ സ്നേഹത്തിൽ വളരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തില് നമ്മളത് വായിക്കുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ അവിടെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചെലുമ്പുന്ന കൈത്താളോ മാത്രമേ എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3-4 കാര്യങ്ങള് ദൂതന്മാരുടെയും മനുഷ്യരുടെയും ഭാഷയിൽ സംസാരിക്കാം. രണ്ടാമത് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും. തുടർന്ന് പറയുന്നത് മലകളെ നീക്കുവാത്തൊക്കെ വിശ്വാസം ഉണ്ടായാലും. തുടർന്ന് പറയുന്നത് എനിക്കുള്ളതിൽ അന്നദാനം ചെയ്താലും ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. ആത്യന്തികമായി ഈ ദൈവവചനത്തിന്റെ പഠനം നമ്മളെ ഈ സ്നേഹത്തിലേക്കാണ് നയിക്കുന്നത്. ഈ പഠനം നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ എന്നുള്ളതാണ്. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായത്തില് 1 തെസ്സലോനി 3-ന്റെ 12-13 വാക്യങ്ങളിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുന്നു, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾ തമ്മിലും എല്ലാവരോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവ് യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായതിനു മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദ്യരായി വെളിപ്പെടുന്ന വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിലും എല്ലാവരോടുള്ള സ്നേഹം വർദ്ധിച്ച് കഴിയുമാറാക്കണം. നമുക്കറിയാം, റോമർ 5 നമ്മൾ 5-ാം വാക്യത്തിൽ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിനാൽ തന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ആ സ്നേഹം വർദ്ധിച്ച് കവിയുമാറാകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സ്നേഹം നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ കുടുംബങ്ങളിലാണ്. അപ്പൊ സ്നേഹം വർദ്ധിച്ച് കവിയുമാറാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കറിയാം, സ്നേഹത്തെ നിർവഹിച്ചിരിക്കുന്നത് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലാണ് യഥാർത്ഥ സ്നേഹത്തെ നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ 4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സ്നേഹം വർദ്ധിച്ച് കവിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദീർഘമായി ക്ഷമിക്കുന്നു. നമ്മുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ക്ഷമയുടെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും, ദയ കാണിക്കുകയും ചെയ്യുന്നു.
നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമുക്ക് ദയ കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദയയിൽ വളരുന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധീകരണത്തിൽ വളരുന്നുണ്ട്. അടുത്തത് പറയുന്നത് സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ഈ അറിവ് നമ്മളെ ചീർപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സൗരസാരന്മാരുള്ള ബന്ധത്തില് സംസാരിച്ച ഒക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു പരീക്ഷത്വത്തിൽ വളരുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഭാര്യയോട് സ്നേഹിക്കുകയോ ക്ഷമിക്കുകയോ കരുണ കാണിക്കുകയോ ചെയ്യുന്നതിന് പകരം ഞാൻ ശരിയാണ്, ഭാര്യ തെറ്റാണെന്നുള്ള ഒരു മനോഭാവത്തിൽ ഒരു പരീക്ഷന്റെ ആത്മാവിൽ നിൽക്കുന്ന പലരെയും കാണാൻ കഴിയും. ഉപദേശത്തിലൊക്കെ അടിസ്ഥാനപരമായിട്ട് വളരുന്നുണ്ട്, ഉപദേശങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ഉപദേശങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ എതിർവശത്ത് ഈ സ്നേഹം വർദ്ധിച്ചു വരുന്നില്ല. അങ്ങനെ സ്നേഹം വർദ്ധിക്കുന്നില്ല. അത് കാണിക്കുന്ന ഒരു കാര്യം, നമ്മൾ പഠിക്കുന്ന ഒന്നും നമ്മൾക്ക് ഉപകാരമായി തീരുന്നില്ലെന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയാൻ തുടങ്ങുമ്പോഴേ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ടാണ് നമ്മളെ നയിക്കേണ്ടത്, സ്നേഹത്തിന്റെ ഒരു നിറവിലേക്ക്. കർത്താവും ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥ പറഞ്ഞപ്പം രണ്ട് കാര്യങ്ങൾ ഒതുക്കിയിട്ടുണ്ട് കൽപ്പനകളെ. ഒന്ന്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാരനെ സ്നേഹിക്കും. യോഹന്നാന്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞല്ലോ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. പലപ്പോഴും ഞാൻ കണ്ടൊരു കാര്യം, സാത്താൻ ഈ നമ്മുടെ കുടുംബജീവിതങ്ങളെ പണിയാൻ അനുവദിക്കത്തില്ല. ഈ ഒരു സ്നേഹത്തിലുള്ള വളർച്ചയിലേക്ക് നയിക്കാൻ നമ്മളെ സമ്മതിക്കാതെ കയ്പുള്ളവരും നീരസമുള്ളവരും ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നവരും ഹൃദയം കൊണ്ട് വിധിക്കുന്നവരും ഒക്കെ ആയി തീരാനുള്ള ഒരു പ്രവണത കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് കാണിക്കുന്നത് പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളില് സംഭവിക്കുന്നില്ലെന്നുള്ളതാണ്. ഭാര്യ ഭർത്തൃബന്ധത്തിലാണ് ഇതിന്റെ ഒരു ടെസ്റ്റ് നടക്കുന്നത്. ഇവിടെ അപ്പോസ്തലൻ നമ്മൾ തെസ്സലോനിക്ക വായിച്ചു, 3-ാം അധ്യായം വായിച്ചു, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ. അത് കാണിക്കുന്ന ഒരു കാര്യം, അപ്പോസ്തലന്മാർക്ക് അല്ലെ അപ്പോസ്തല സഭകളോടുള്ള സഹവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ സ്നേഹം കൂടിക്കൂടിയാ വരുന്നത്, വർദ്ധിക്കുന്ന പോലെ. അപ്പൊ നമ്മളും സ്നേഹത്തിൽ വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഉപദേശങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ തെളിവ്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ക്ഷമിക്കാൻ കഴിയുക, പൊറുക്കാൻ കഴിയുക, ദോഷം കണക്കിടാതിരിക്കാൻ കഴിയുക, അതൊക്കെ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഉപകാരമായി വരുന്നില്ല. എഫേസ്യ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തില് ഇവിടെ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, എഫേസ്യർക്ക് ഇത് ലേഖനം 3-ാം അധ്യായം 14 വാക്യങ്ങളില്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണമായി പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൽ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും. നമ്മൾ ദൈവസ്നേഹത്തെ അറിയും തോറും, നമ്മുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയും തോറും, നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും സഭാജീവിതത്തിലാണെങ്കിലും ഒക്കെ ശത്രുക്കളെ പോലും നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ഉള്ളില്
ഇന്നും തിരിച്ചടിക്കാനും പ്രതികാരം ചെയ്യാനും അകന്നിരിക്കാനും വിധിക്കാനും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ആന്തരിക മനോഭാവം ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ദൈവികമായ ഒരു പണി നമ്മുടെ ഉള്ളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തില് ഒരു അവയവം വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശരീരം മുഴുവൻ അനുഭവിക്കുന്നതാണ്. ശരിക്കും ഈ പണി ആദ്യം കുടുംബത്തിലാണ് ചെയ്യുന്നത്. ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പൊ ഭാര്യയ്ക്ക് വരുന്ന വേദനകള്, ഭർത്താവിന് വരുന്ന വേദനകള് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അത് കാണിക്കുന്നത് ആ ഒരു ഏക ശരീരമായി തീരുന്ന ഒരു പണി, അല്ലെ സ്നേഹത്തിൽ ഏകീഭവിക്കുന്ന ഒരു പണി നമ്മുടെ ഉള്ളില് നടക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു അപകടം, നമ്മൾ വചനം കൂടുതൽ പഠിക്കും തോറും നമുക്ക് എന്തൊക്കെയോ അറിയാവുന്നൊരു ചിന്ത വരാറുണ്ട്. ഇവിടെ പുറത്തിലായിട്ട് പറയുന്ന സ്നേഹം ചീർക്കുന്നില്ല, അറിവ് ചീർപ്പിക്കുന്നത് നമുക്കറിയാം. അറിവിലേക്കല്ല നമ്മൾ പോകേണ്ടത്, ശരിക്കും സ്നേഹത്തിലേക്കാണ് പോകേണ്ടത്. ഇത് പഠിക്കും തോറും നമ്മുടെ ഉള്ളിൽ ഒരു ശുദ്ധീകരണം, സ്നേഹത്തിന്റെ വർധന, അതാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു സ്നേഹം, അത് നമ്മളിൽ വർദ്ധിക്കുന്നില്ലെങ്കിൽ എവിടെയോ നമുക്ക് എന്തൊക്കെയോ ഒരു തകരാറുണ്ടെന്നാണ് കാണിക്കുന്നത്. ദീർഘമായി ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദോഷം കണക്കിടാതിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഈ സ്നേഹം വർദ്ധിച്ചു വരും തോറും നമ്മുടെ ഉള്ളിലെ മനോഭാവങ്ങളിൽ വ്യത്യാസം വരാൻ തുടങ്ങും. നാം മറ്റുള്ളവരെ വിധിക്കുന്ന പരിപാടി നിർത്തും. നാം നമ്മെ തന്നെ വിധിക്കാൻ തുടങ്ങും. ഓരോ പരീക്ഷയിലും നമ്മളെ തന്നെ കാണാൻ തുടങ്ങും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എന്തുമാത്രം സ്നേഹത്തിൽ കുറവുള്ളവനായിരിക്കുന്നു. പ്രാഥമികമായിട്ടും അതാ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം. അവിടെ തുടർന്ന് കൊരിന്ത്യലേഖനം 13 പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 13:13 ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അതിന്റെ കാരണം നമ്മൾ കർത്താവിനെ മുഖാമുഖം കണ്ടു കഴിയുമ്പം പിന്നെ വിശ്വാസത്തിന്റെയോ പ്രത്യാശയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അവിടെ വീണ്ടും നിലനിൽക്കുന്നത് സ്നേഹം മാത്രമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യത മുതല് ഈ സ്നേഹബന്ധത്തിലായിരുന്നു ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹം വളർന്നു വരുന്നു, അല്ലെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ആത്മീയമായിട്ട് നമ്മൾ വളരുന്നു എന്നുള്ളതിന്റെ പ്രാഥമികമായ തെളിവ്. അതില്ലെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വളരുന്നില്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തെ 13 ആദ്യ ഭാഗങ്ങൾ പറയുന്ന 2-3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതിൽ അവസാനം പറയുന്നൊരു കാര്യം, 3 ഭാഗം, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും. അപ്പൊ അത് കാണിക്കുന്ന ഈ സ്നേഹമില്ലെങ്കിൽ ഇതെല്ലാം ചെയ്യാനായിട്ട് കഴിയും. ഇതെല്ലാം ആത്യന്തികമായിട്ട് നമ്മളെ ദൈവസ്നേഹത്തിലേക്കാണ് നയിക്കേണ്ടി. ആ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായൊരു സ്നേഹമാണ്. അതിനെക്കുറിച്ച് വിവരിക്കുന്നത് എഫീസ് ലേഖനത്തിലാണ്. ഭാര്യ-ഭർതൃബന്ധത്തെ കുറിച്ച് പറയുന്നിടത്താണ്. എഫീസ് ലേഖനം അതിന്റെ 5-ാം അധ്യായത്തില് 26-ാമത്തെ വാക്യത്തിൽ 25-ാം വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത് നമുക്കറിയാം. റോമലേഖനം 5-ാം അധ്യായം നമ്മൾ വായിച്ചായിരുന്നത്, ദൈവമോ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. അപ്പൊ ഭാര്യമാരോടുള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. യഥാർത്ഥ ഒരു ദൈവിക വളർച്ച നമ്മൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ കുടുംബജീവിതങ്ങളിൽ അത് സംഭവിച്ചിരിക്കണം. അത് സംഭവിക്കുന്നില്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ പ്രവൃത്തി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നടക്കുന്നില്ലെന്നുള്ളതാണ്. ഈ സ്നേഹം വർദ്ധിക്കും തോറും നമ്മുടെ ആന്തരിക മനോഭാവങ്ങൾ വളരെ വ്യത്യാസം വരും. നമ്മുടെ സ്വസ്ഥരായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതകൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് കാണിക്കുന്നത്
നമ്മൾ സ്നേഹത്തിൽ തികഞ്ഞവരല്ല. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തോടുള്ള ഒരു പേടി നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകും. എന്തെങ്കിലും ഒരു വീഴ്ച നമുക്ക് പറ്റിയ ഉടനെ ദൈവം എന്നെ എന്തോ ചെയ്യും, ശിക്ഷിക്കും, എന്നോട് കഠിനമായിട്ട് ഇടപെടുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകാനിടയാകും. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീഴുന്നവരാണ്. വീണതിന് ശേഷം നമ്മൾ ഭയപ്പെടാറുണ്ടോ? നമ്മളോട് വീണതിന് ശേഷം ഭയപ്പെടാനല്ല പറഞ്ഞ്, മാനസാന്തരപ്പെടാനാണ് പറയുന്നത്. മാനസാന്തരപ്പെടുന്നതിന് പകരം ഒരു ഭയം നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ആ ദൈവസ്നേഹത്തിൽ നമ്മൾ തികഞ്ഞു വരുന്നില്ലെന്നുള്ളതാണ്. തികഞ്ഞു വരുംതോറും ആ ഒരു ഭയം നമ്മളിൽ നിന്ന് അന്യപ്പെട്ടു പോകും. നമ്മൾ സ്വതന്ത്രമായിക്കൊണ്ടേയിരിക്കും. നമ്മൾ വീണതുപോലെ തന്നെ എഴുന്നേറ്റ് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് തന്നെ ഓടിച്ചെല്ലാൻ പറ്റും. അങ്ങനെ കഴിയുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ പീഡിപ്പിക്കുകയും നമ്മളെ തന്നെ കുറ്റം വിധിക്കുകയും അങ്ങനെ കുറെ സമയം കഴിഞ്ഞാലേ എനിക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ കഴിയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവസ്നേഹത്തെ അറിയേണ്ട വണ്ണം അറിഞ്ഞിട്ടില്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കണ്ടേ. ഈ സാഹോദര്യ ബന്ധത്തിൽ കർത്താവ് ഒരു സഭയെ പണിയുമ്പോൾ ഈ ഒരു സ്നേഹബന്ധമാണ് വർദ്ധിച്ചു വരേണ്ടത്. അത് വർദ്ധിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുക? കൂട്ടായ്മ വർദ്ധിക്കാൻ തുടങ്ങും. കൂട്ടായ്മ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിന്റെ പ്രായോഗികമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ സൗരസ്വരന്മാരൊക്കെ കാണാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിങ്ങൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരെ കുറിച്ച് അറിയാൻ, അവരോട് സംസാരിക്കാൻ ഒക്കെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തീത്തോസിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, തിമോഥെയോസിനെ അവനെ കാണാഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലായ്കയാണ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ പണി നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കുടുംബജീവിതത്തിൽ ആദ്യം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ഭാര്യ ഭർത്തൃ ബന്ധത്തിലും മക്കളും മാതാപിതാക്കളുള്ള ബന്ധത്തിലും. ഇപ്പൊ തീമോഥെയോസിന് എഴുതുമ്പം തീമോഥെയോസിന്റെ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്ന 1 തീമോഥെയോസ് 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളില് തീമോഥെയോസിന് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഒരു കുടുംബജീവിതത്തിലും ഒരു ഭർത്താവ് ഈ കാര്യങ്ങളിലൊക്കെ ഭാര്യയ്ക്ക് മാതൃകയായിരിക്കാനായിട്ട് വിളിക്കപ്പെട്ടയാളാണ്. അവിടെ പറഞ്ഞ വിശ്വാസം, നിർമ്മലത, വാക്ക്, നടപ്പ്, സ്നേഹം, വിശ്വാസം, നിർമ്മലത. അപ്പൊ ഇങ്ങനത്തെ ഒരു തലത്തിൽ നമ്മൾ വളരുന്നില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മൾ സകലത്തിലും നമ്മളെ തന്നെ കുടുംബത്തില് മാതൃകയാക്കുന്നില്ലെങ്കിൽ, ആദ്യോടെ പറഞ്ഞു തുടങ്ങുന്ന പദപ്രയോഗം 2-ാം അധ്യായം 12-ാം വാക്യത്തില് 1 തീമോഥെയോസ് 4:12 പറഞ്ഞ വാക്ക് ആദ്യം പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരം വരുന്നു എന്നുള്ളതിന്റെ പ്രാഥമിക തെളിവ് നമ്മുടെ വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന ഒരു ആത്മാവിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ട് ഉത്സാഹിപ്പിക്കുന്ന, പണിയുന്ന വാക്കുകളുള്ളവരായിട്ട് നമ്മൾ തീരും. അല്ലെ, പലപ്പോഴും നമ്മൾ പരീക്ഷിക്കപ്പെടാറുണ്ട്. ആദ്യം പറയാൻ പോകുന്നൊരു വാക്ക് നീ അങ്ങ് ശരിയാകാൻ പോകുന്നില്ലെന്നുള്ളതാണ്. അത് കാണിക്കാൻ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹത്തിന്റെ അഭാവം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളൊരു പണിയുന്ന വാക്കുകളായിരിക്കും പറയുന്നത്. വാക്കിലും നടപ്പിലും, കൊടുക്കൽ വാങ്ങലുകളില്, ഇടപാടുകളില്, സംസർഗങ്ങളിലെല്ലാം. അതുപോലെ മൂന്നാമത് പിന്നെ പറയുന്നത് സ്നേഹം. ഇതൊക്കെയാണ് നമ്മളീ കാണേണ്ടത്. നമ്മൾ കൊലോസ്യർ 3:12 വായിച്ചായിരുന്നു നമ്മൾ എന്തൊക്കെ ധരിക്കണമെന്നുള്ളതിനെ കുറിച്ച്. അത് തന്നെ ഇവിടെയും പറയുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് തന്നെ ഇവിടെയും പറയാം. നമ്മള് അതുകൊണ്ട് ദയ, ദീർഘക്ഷമ, ഇതൊക്കെ ധരിച്ച്, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. ദീർഘക്ഷമ എന്ന് പറയുന്നത് പോലെ സ്നേഹത്തിന്റെ നിർവചനത്തിൽ വരുന്ന ഒരു കാര്യമാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്നിവ ധരിച്ചുകൊണ്ട്.
അന്യനും പൊറുക്കാനാ പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊറുക്കൽ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഹൃദയത്തിലുള്ള ആ കയ്പ് വിട്ടുകളയാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് കുറെ സമയം പിടിക്കും. ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ അതൊക്കെ കഴിഞ്ഞാലും ചിലതൊക്കെ അവശേഷിക്കും. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. അത് മലയാളത്തിൽ ദുഷ്ടതയുടെ ആധിക്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ലിവിംഗ് വേർഡ് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടതയുടെ അവശിഷ്ടങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസ് 2:4 അല്ല 1 പത്രോസ് 2:1 നമ്മൾ വായിക്കുന്നുണ്ട്. ആകയാൽ സകല ദുഷ്ടതയും. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ദുഷ്ടതയുടെ ആധിക്യം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദുഷ്ടതയുടെ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഉള്ളിൽ കുറച്ചൊക്കെ ബാക്കി കാണും. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ പൂർണ്ണമായ ശുദ്ധീകരണമാണ്. ഒന്നും അവശേഷിക്കാൻ പാടില്ല, പഴയതൊന്നും. അതുകൊണ്ടാണല്ലോ 2 കൊരിന്ത്യർ 5:17 പറയും, പഴയതെല്ലാം കഴിഞ്ഞുപോയി. നമ്മുടെ ഉള്ളിൽ പഴയതായിട്ടുണ്ടായിരുന്ന നമ്മൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും അടുത്ത പരീക്ഷ വരുമ്പോൾ റിപ്പീറ്റ് ചെയ്യത് ക്ഷമിച്ചെന്ന് പറഞ്ഞ കാര്യം വീണ്ടും എടുത്തു പറയും. അത് കാണിക്കുന്നത് എന്താ? ആ അവശിഷ്ടങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ലെന്നുള്ളതാണ്. അത് ഉപേക്ഷിക്കാൻ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ബാധ്യസ്ഥ. കാരണം ദൈവം നമ്മളോട് ഇടപെടുന്നത് അങ്ങനെയാണ്. നമ്മളോട് ദൈവം ക്ഷമിക്കുമ്പോൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവ് മത്തായിയിലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് അങ്ങനെ തന്നെ നിങ്ങളും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കത്തില്ല. അപ്പൊ നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ 4 കാര്യമാണ്. നിങ്ങൾ പൂർണ്ണാത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി, പൂർണ്ണ ഹൃദയം. പിന്നെ അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. നമ്മുടെ വിളി അങ്ങോട്ടാണ്. അപ്പൊ ഈ വളർച്ച എന്ന് പറയുന്നത് ഈ സ്നേഹത്തിലുള്ള വളർച്ചയാണ്. അവസാനം അവശേഷിക്കുന്ന അതേ ഉള്ളൂ. നിത്യത മുഴുവൻ നിലനിൽക്കുന്നത് ഈ സ്നേഹബന്ധമേ ഉള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന ബാക്കിയെല്ലാം മാറിപ്പോകും. നമ്മൾ കാണാത്തതിനായിട്ടാണ് പ്രത്യാശിക്കുന്നത്. കാണുന്നതിനായിട്ട് പ്രത്യാശിക്കേണ്ട ആവശ്യമില്ല. നമ്മളവരെ താനിരിക്കുന്ന പോലെ കാണുമ്പം പിന്നെ പ്രത്യാശയുടെ ഒന്നും കാര്യം വരുന്നത്. പിന്നെ അവശേഷിക്കുന്നത് സ്നേഹമാണ്. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ സ്നേഹമുണ്ടെന്നല്ല, ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ നിലയിലുള്ള ഒരു രൂപാന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിൽ നിന്നൊരു ടേസ്റ്റ് എപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. സ്നേഹത്തിന്റെ കുറ്റപ്പെടുത്താത്ത, പരാതിയില്ലാത്ത, ഇടിച്ചു താത്താത്ത, വിരൽ ചൂണ്ടാത്ത ഒരു മനോഭാവം നമ്മളിൽ നിന്ന് സ്നേഹത്തിൽ വളരുമ്പം വർദ്ധിച്ചു വന്നിട്ട് ഇത് വർദ്ധിക്കുന്ന ഒന്നാണ്. നമ്മളത് വായിച്ചു. ഇത് വർദ്ധിച്ച് 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 വരണമെന്നുള്ളതാണ്. അതുപോലെ തിമത്യോസിന് എഴുതുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 തിമത്യോസിന്റെ ലേഖനം 1-ാം അധ്യായത്തില് അതിന്റെ 1 തിമത്യോസ് 1:5 ആജ്ഞയുടെ ഉപദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയിലുളവാകുന്ന സ്നേഹം തന്നെ. ഈ കാര്യങ്ങളൊക്കെ ആത്യന്തികമായിട്ട് നമ്മളെ സ്നേഹത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇപ്പൊ നമുക്ക് ശുദ്ധഹൃദയമുണ്ട്, നല്ല മനസാക്ഷിയുണ്ട്, നിർവ്യാജ വിശ്വാസമുണ്ട്. പക്ഷെ സ്നേഹം ഇല്ലെങ്കിൽ, അതാ 1 കൊരിന്ത്യർ 13 പറഞ്ഞ സ്നേഹം ഇല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു പ്രയോജനവും ഇല്ല. ഇത് ആത്യന്തികമായിട്ട് നമ്മളെ ഈ ശുദ്ധീകരണങ്ങൾ സ്നേഹത്തിലേക്കാണ് നയിക്കുന്നത്, ദൈവിക സ്നേഹത്തിലേക്ക്. നമുക്കറിയാം ഈ ദൈവിക സ്നേഹത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന മാനുഷിക സ്നേഹമാണ്. മാനുഷിക സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? ഞാൻ കുടുംബത്തിൽ കണ്ടൊരു കാര്യം അതാണ്. പലപ്പോഴും ഭർത്താക്കന്മാരെടുക്കുന്ന ഒരു ശാഠ്യം, അവരോട് പറഞ്ഞൊക്കെ അനുസരിച്ചാൽ എന്നോട് പറഞ്ഞൊക്കെ അനുസരിക്കാം എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യ കീഴടങ്ങുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ സ്നേഹിക്കാം, കയ്പില്ലാതിരിക്കാം. ഈ ദൈവത്തിന്റെ തെറ്റായ ഒരു ബോധ്യങ്ങൾ നമ്മളെ ആ ഒരു പരിശുദ്ധത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവൊരിക്കൽ പറഞ്ഞല്ലോ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. നമുക്ക് പെട്ടെന്ന് പണത്തെക്കുറിച്ച് ഓർമ്മ വരിക. പക്ഷെ ആത്മീയ കാര്യങ്ങളുടെ എല്ലാ ബന്ധത്തിലും അത് അങ്ങനെ തന്നെയാണ്. സ്നേഹം ഇങ്ങോട്ട് വാങ്ങുന്നതിനേക്കാൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതാ ഇവിടെ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം തിമോഥെയോസിനോട്, നീ സ്നേഹത്തിലും മാതൃകയായിരിക്കാം എന്ന് പറഞ്ഞാൽ നിന്റെ അടുക്ക വരുന്നവരൊക്കെ സ്നേഹമാണ് അനുഭവിക്കേണ്ടത്. ആ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക്
മാനുഷിക രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാം. എബ്രായർ 12 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് താൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു, കൈക്കുള്ള ദേവനെയും തല്ലുന്നു. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് മാനുഷിക രീതിയിൽ ചില ചിന്തകൾ വരാം. ഒരിക്കലെ ഒരു സഹോദരൻ ഇങ്ങനെ ചർച്ചൊക്കെ വിട്ടുപോയിട്ട് തിരിച്ചു വന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. എന്നോട് ചോദിച്ചു, ഈ മുടിയൻ പുത്രനെ ഇങ്ങനെയാണോ സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ആറ്റിറ്റ്യൂഡ് മനോഭാവം ചിന്തിച്ചിരിക്കും. മുടിയൻ പുത്രൻ എങ്ങനെ വന്ന് അപ്പന്റെ അടുത്ത്, അപ്പ ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയൊന്നുമില്ല, നിന്റെ ദാസന്മാരുടെ ഒരുത്തനായിട്ട് എന്നെ ഗണിച്ചാ മതി എന്ന് പറഞ്ഞ അവൻ മാനസാന്തരപ്പെട്ടാ വന്നേ. അപ്പൊ ആ ഒരു തലത്തിലാണ് പിതാവ് അവനെ കെട്ടിപ്പിടിച്ച് ഓടിച്ചെത്തി ചുംബിച്ച് സ്വീകരിച്ചത്. പക്ഷെ ഇവിടെ ഒരു ഡിമാൻഡുമായിട്ടാണ് വരുന്നത്, ഇങ്ങനാണോ മുടിയൻ പുത്രനെ സ്വീകരിക്കേണ്ടത്? ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒക്കെ അല്ലേ സ്വീകരിക്കേണ്ടത്? അത് കാണിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്നുള്ളതാണ്. ഒരു മാറ്റം വന്നിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് അവന്റെ ആറ്റിറ്റ്യൂഡ്, സ്വീകരണം വളരെ തണുത്തതാണെങ്കിലും അവൻ സ്വസ്ഥനായിരിക്കും. അപ്പൊ സൗരന്മാരെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഈ സ്നേഹം തുടർന്ന് നമ്മൾ 1:14 വായിക്കുന്ന സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിട്ടുണ്ട്. റോമർ 5:5. അപ്പം കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ കർത്താവ് മത്തായി 24:12 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ വിവാഹം നിശ്ചയിച്ച ആദ്യ നാളിലെ നിന്റെ സ്നേഹമൊക്കെ ഞാൻ ഓർക്കുന്നു. അതൊക്കെ എവിടെ പോയെന്നാ ചോദിക്കുന്നത്. ശരിക്കും ആ സ്നേഹം വർദ്ധിച്ചു വരേണ്ടി ഒന്നാ. മുന്നോട്ട് പോകും തോറും നമുക്ക് കർത്താവുള്ള ബന്ധവും നമ്മുടെ ഭാര്യ-ഭർത്തൃ ബന്ധത്തിലാണേലും കൂടുതൽ സ്നേഹത്തിൽ വർദ്ധിച്ചു വരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. നമ്മുടെ ഈ പഠനങ്ങളെല്ലാം നമ്മൾ ശോധന ചെയ്യേണ്ടേ, അങ്ങനെ ഒരു പ്രക്രിയ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഭാര്യയോടുള്ള ബന്ധത്തിൽ, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ അങ്ങനത്തെ ഒരു വളർച്ച, സ്നേഹത്തിലുള്ള വളർച്ച എന്നിൽ ഉണ്ടാകുന്നുണ്ടോ? അതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ദീർഘമായി ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? അതോ ഞാൻ ആ കാര്യങ്ങളെ കുത്തി പറഞ്ഞ് വീണ്ടും വേദനിപ്പിക്കുന്ന ഒരാളാണോ? അതോ ഞാൻ ഒരിക്കലും എന്നേക്കുമായിട്ട് അത് ക്ഷമിച്ചിട്ടുണ്ടോ ഹൃദയപൂർവ്വം? പിന്നെ ഞാൻ ലിസ്റ്റ് സൂക്ഷിക്കുന്നുണ്ടോ? സ്നേഹം തെറ്റുകളുടെ ഒരു ലിസ്റ്റ് ഒരിക്കലും സൂക്ഷിക്കത്തില്ല. അപ്പം കർത്താവ് അങ്ങനെയാ. കർത്താവ് പറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ, ഞാൻ നിങ്ങളുടെ പാപങ്ങളെ ഓർക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രതികാരത്തിന്റെ ചിന്ത വരുന്നുണ്ടോ? അതുകൊണ്ടെങ്കിൽ അത് കാണിക്കും നമ്മൾ സ്നേഹത്തിൽ വളരുന്നില്ല എന്നുള്ളതാണ്. സ്നേഹത്തിൽ വളരുന്ന ഒരാള് ഒരിക്കലും പ്രതികാരത്തിന്റെ ചിന്തയുള്ള ഒരാളായിരിക്കത്തില്ല. കാരണം പ്രതികാരം നമ്മൾ ദൈവത്തിനാണ് വിട്ടുകൊടുക്കുന്നത്. നമ്മളോട് പറയും, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഞാൻ കണ്ടെത്തിയ കാര്യം, പലരോടും അടുത്തിടപെടിയപ്പം അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഭാര്യമാരാണ്. ശത്രു എന്ന് പറയുന്ന ഉടനെ മനസ്സിൽ വരുന്ന ഭാര്യയെ കുറിച്ചാ, അല്ലെ ഭർത്താവിനെ കുറിച്ചാ, ചിലപ്പോൾ മാതാപിതാക്കളെ കുറിച്ചായിരിക്കും. എന്താ ഇതിന്റെ കാരണം? നമ്മൾ ദൈവസ്നേഹത്തെ അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും തിരുത്തുകയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ മിത്രങ്ങളായിട്ടല്ല കാണുന്നത്, ശത്രുക്കളായിട്ടാണ്. നമ്മൾ സാർശ്വാക്കൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മറിഞ്ഞ സ്നേഹത്തിന് തുറന്ന ശാസന നല്ലത്. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത അതാണ്, തുറന്നതായിരിക്കും എപ്പോഴും. അത് മറിഞ്ഞിരിക്കുന്നതല്ല, തുറന്നതായിരിക്കും. ദൈവം തുറന്നു തന്നെ ശാസിക്കും. നമ്മൾ പത്രോസിന്റെ ജീവിതത്തിൽ അത് കാണുന്നുണ്ട്. കർത്താവ് ചോദിച്ചു, നിങ്ങള് മറ്റുള്ളവരൊക്കെ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അവർ പല കാര്യങ്ങൾ പറഞ്ഞപ്പം കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? നമുക്കറിയാം, പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കർത്താവ് അവനെ പ്രശംസിക്കുന്നുണ്ട്. പറയാ, യോന ശിമോനെ, ഇത് ജലത്തിനുള്ള സ്രോതസ്സിന്റെ പിതാവത്തിന് നിനക്ക് വെളിപ്പെടുത്തി തന്ന നീ പാറയാകുന്നു, നീ പാറകൃഷ്ണമാ, പാറയാകുന്ന ഈ വെളിപ്പാടിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയോ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അടുത്ത കർത്താവ് പറയുന്നത് തനിക്ക് തുടർന്ന് വരാൻ പോകുന്ന പീഡനങ്ങളെ കുറിച്ചാണ്. ഉടനെ പത്രോസോപ്പുസ്തകൻ എന്താ പറഞ്ഞു? മാറ്റിക്കൊണ്ടുപോയി ശാസിച്ചു, കർത്താവ് നിനക്ക് അങ്ങനൊന്നും സംഭവിക്കരുത്. ഉടനെ മറുപടി എന്താ? സാത്താനെ എന്നെ വിട്ട് ഒരു മയവും ഇല്ല, അല്ലേ? വളരെ കർശനമായിട്ടല്ലേ? അതേ രീതിയിൽ
വേറെ ആരെയും നമ്മൾ ശാസിച്ച് കാണുന്നില്ല കർത്താവ്, അത്ര കട്ടിയായിട്ട് കഠിനമായ വാക്ക് ഉപയോഗിച്ച്. പക്ഷെ ആ റെവലേഷന്റെ വെളിപ്പാടിന്റെ ഒരു തലം തനിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് നാം മുറിപ്പെട്ടു പോയില്ല. എന്ന് പറഞ്ഞാൽ ആ ശാസന അവന് കൂടുതൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നത് എന്ത് തെറ്റ് ചെയ്യുന്നുണ്ടാലും മിണ്ടാതെ ഒഴിഞ്ഞു മാറി പോട്ടെന്ന് വെച്ച്. പക്ഷെ കർത്താവ് അങ്ങനെയല്ല ചെയ്യുന്നത്. കർത്താവ് എപ്പോഴും തുറന്നങ്ങ് ശാസിക്കേണ്ട കാരണം എന്താ? ഇബ്രാഹിം തുടർന്ന് പറയുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചപ്പോൾ നമ്മൾ വണങ്ങി പോകുന്നുവല്ലോ, അവർ കുറെ കാലത്തേക്കും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്ര ശിക്ഷിച്ചു. ഇവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ് ശിക്ഷിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ സ്നേഹം 2 തലങ്ങളുണ്ട്. അത് 1:13 പറയുന്നുണ്ട്. അവിടെ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 4 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞ, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല. ഈ സത്യവചനം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ഒരു പ്രക്രിയ ഈ സ്നേഹത്തിന്റെ വളർച്ചയാണ്. എന്നിട്ടും ഇവിടെ നമ്മൾ എഫെസ്യരിൽ വായിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഹൃദയങ്ങൾ തമ്മിലാണ് സ്നേഹബന്ധം വരുന്നത്. അപ്പോസ്തലൻ ചില ഭാഗങ്ങളെങ്കിലും എഴുതി നിങ്ങൾ ഒന്ന് തന്നെ ചിന്തിക്കണം. ഒരു മനസ്സുള്ളവർക്ക് ഒന്ന് മാത്രം ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ആത്യന്തികമായിട്ട് നമ്മുടെ കൂട്ടായ്മകളും വചന പഠനവും ഇതെല്ലാം കൂടെ കൂടി നമ്മളെ ഒരു സ്നേഹബന്ധത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ നമുക്ക് എവിടെയോ കാര്യമായിട്ടൊരു തകരാറുണ്ട്. ശരിക്കും ദൈവം നമ്മളെ ഒരു ഭാര്യ-ഭർത്തൃ ബന്ധത്തില് ഒന്നിച്ചു ചേർക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം സ്നേഹം വർദ്ധിച്ചു വരണമെന്നുള്ളതാണ്. ഓരോ ദിവസം കഴിയും തോറും തമ്മിലുള്ള സ്നേഹം കൂടി 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 ഒരു ശരീരമായി തീരുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ അങ്ങോട്ട് എന്തുമാത്രം യാത്ര ചെയ്യുന്നു നമ്മളതിനെ ശോധന ചെയ്യാം. ഒരു കുഞ്ഞിന്റെ കണ്ണിലേക്ക് നമ്മൾ നോക്കുന്ന നിഷ്കളങ്കതയോടെ സ്നേഹത്തോടെ നമ്മുടെ ഭാര്യമാരുടെയോ ഭർത്താവിൻ്റെയോ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ കൊണ്ട് നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അടുത്ത ബന്ധമുള്ള ഒരു ആളുടെ വീട്ടിൽ ഞാൻ പോയി. പുള്ളി മരണാസന്നമായിട്ട് കിടക്കുകയാണ്. ക്യാൻസറിന് ചികിത്സയിലായിരുന്നു 2011 തൊട്ട്. ഇപ്പം തീരെ ക്ഷീണിതനായി. അപ്പം ഞാൻ ഇവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കരടുകളുണ്ടെങ്കിൽ, ക്ഷമിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഇത്രയും കാലത്തെ ഓട്ടോധ്വാനൊക്കെ വെറുതെയാണ്. നിങ്ങൾക്ക് നിത്യതയിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഹൃദയപൂർവ്വം കർത്താവ് മത്തായിയുടെ സുവിശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും പറഞ്ഞ പോലെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ നിലയിൽ കർത്താവിന് മുമ്പാകെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യതയിൽ എത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചൊരു 2 പേരും കഠിനത തുടരുക. കുറച്ചു നേരം കൂടെ സംസാരിച്ചു വരുമ്പം ഭർത്താവ് പറയുന്നത് ഇവള് ശരിയാകാനുണ്ടെന്ന്, ഭാര്യ പറയുന്നത് ഈ പുള്ളി ശരിയാകാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഇനി അധികം സമയമില്ല. കർത്താവ് തരുന്ന അവസാന അവസരങ്ങളാണ്. അവര് നന്നാകുക എന്നുള്ളതല്ല കർത്താവിന്റെ ലക്ഷ്യം, നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ്. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് കഴിയുന്നില്ല. അവർ കുറച്ചു നേരം സംസാരിച്ചു വരുമ്പോൾ അവരുടെ ശബ്ദം ഈ മരണക്കിടക്കയിലായിരിക്കും പോലും ശബ്ദം വല്ലാണ്ട് ഉയരുക. എനിക്ക് വളരെ വിഷമം തോന്നി. എന്തുമാത്രം കഠിനപ്പെട്ടു പോയി. ദൈവത്തിന് ശരിക്കും നമ്മുടെ ഹൃദയങ്ങളെ തകർക്കുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ കൂടുതൽ 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 നുറുക്കത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സങ്കീർത്തനം 16:11 നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, എന്റെ സങ്കീർത്തനം 16:11 ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ഈ തകർന്നു നുറുങ്ങിയുള്ള ഹൃദയമുള്ളിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അവിടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്തോഷത്തിന്റെ പരിപൂർണതയാണ്. എന്ന് പറഞ്ഞാൽ
ക്ഷമിക്കുന്നതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്, പൊറുക്കുന്നതിൽ, ദോഷം കണക്കിടാത്തതിൽ, വളരെ പെട്ടെന്ന് മാനസാന്തരപ്പെടുന്നതിൽ. അപ്പൊ നമ്മള് സൗരന്മാരെ പലപ്പോഴും നമ്മളിങ്ങനെ കഠിനപ്പെട്ടു പോവാറുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ നമുക്കൊരു മാനസാന്തരത്തിന്റെ ആവശ്യം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴും തകർന്നു നുറുങ്ങുള്ള ഒരു ഹൃദയം സൂക്ഷിക്കാൻ ശ്രമിക്കണം. സ്നേഹമുള്ളിടത്ത് അതുണ്ട്. സാത്താൻ വഞ്ചിക്കുന്നത് നമ്മൾ നേരത്തെ മത്തായി 24:12 ഇങ്ങനെ എഴുതിയിരിക്കുന്ന അധർമ്മം പെരുകുന്നത് കൊണ്ട്, പാപം പെരുകുന്നത് കൊണ്ട്. പാപം പെരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷമിക്കാൻ കഴിയാതിരിക്കുക, പൊറുക്കാൻ കഴിയാതിരിക്കുക, ദോഷം കണക്കിടാതിരിക്കാൻ കഴിയാതിരിക്കുക, നമ്മുടെ ചിന്തകളിൽ അശുദ്ധ ചിന്തകൾക്ക് ഇടകൊടുക്കുക, പ്രതികാരത്തിന്റെ ചിന്തകൾക്ക്, മുറിവിന്റെ ചിന്തകൾക്ക്, പരാതികളുടെ ചിന്തകൾക്ക്. ഇതൊക്കെ കൂടുന്തോറും സ്നേഹം തണുത്തു പോകും. എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പം വെളിപ്പാട് നമ്മൾ വായിക്കുന്നുണ്ട്, ഇതിൽ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. അവിടെ ചെയ്യാൻ പറഞ്ഞൊരു കാര്യം, നീ മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്താ ആദ്യത്തെ പ്രവൃത്തി? നമ്മുടെയൊക്കെ കുടുംബജീവിതം ആരംഭിക്കുമ്പോഴത്തെ നമുക്കറിയാം, ക്ഷമിക്കുന്നൊരു പ്രവൃത്തിയായിരുന്നു. നമ്മൾ ദോഷം കണക്കിടാറില്ലായിരുന്നു, പെട്ടെന്ന് ക്ഷമിക്കും, പെട്ടെന്ന് പൊറുക്കും. പക്ഷെ ഇന്ന് നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു? നമുക്കതിനെ പെട്ടെന്ന് ക്ഷമിക്കാനും പെട്ടെന്ന് പൊറുക്കാനും പെട്ടെന്ന് മറക്കാനും കഴിയുന്നുണ്ടോ? അതോ ഇങ്ങനെ നമ്മുടെ മെമ്മറിയിൽ അത് ഒരു ലിസ്റ്റായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ? നമ്മൾ ആ സഹോദരന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അല്ല സഹോദരന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ലിസ്റ്റാണോ നമ്മൾ കാണുന്നത്? അതോ അവിടുത്തെ ആ ലിസ്റ്റെല്ലാം മായ്ച്ചു കളഞ്ഞിട്ടുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ഇനി അധിക സമയമൊന്നുമില്ല. അപ്പൊ നമ്മൾ നാളെ 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 എന്നുള്ളൊരു മനോഭാവത്തിൽ പോകാതെ, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് തുടങ്ങേണ്ട ഒരു പ്രക്രിയ. അത് നമ്മൾ തുടങ്ങുന്ന ക്ഷമിച്ചോണ്ടാ തുടങ്ങുന്നത്. ഹൃദയപൂർവ്വം ക്ഷമിച്ച്, അവിടെ ഇനി ലിസ്റ്റൊന്നും ഇല്ലാത്ത രീതിയിൽ. അല്ലെ, പണ്ടൊരു ഉദാഹരണം ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കൗൺസിലിങ്ങിന് ചെന്നു. രണ്ടുപേരോടും പരസ്പരമുള്ള കുറ്റങ്ങൾ എഴുതാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനങ്ങനെ ഒരു സഹോദരിയോട് സംസാരിച്ചപ്പം സഹോദരി ഒരു 2 പേജുള്ള പരീക്ഷ പേപ്പർ മുഴുവൻ എഴുതിക്കൊണ്ടാണ്. ഒരു നീണ്ട ലിസ്റ്റ് പരാതികളുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാം വായിച്ചോളാൻ പറഞ്ഞു. അത് മുഴുവൻ വായിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇത് ഇവിടെ വെച്ച് കീറണം, കർത്താവ് അതാ നമുക്ക് വേണ്ടി ചെയ്തത്. കർത്താവ് നമ്മുടെ തെറ്റുകളുടെ ഒരു ലിസ്റ്റ് സൂക്ഷിക്കുന്നില്ല. നമ്മൾ വലിയ പാപികളായിരുന്നു. മത്തായി 15 വായിക്കുന്നുണ്ട്, വലിയ കടം ഇളച്ചു കിട്ടിയതാ. നമ്മളെ വിളിച്ചിരിക്കുന്ന മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ടാണ്. ഞാനാണ് ഏറ്റവും വലിയ പാപി എന്നൊരു ബോധ്യം നമുക്കില്ലെങ്കിൽ ഒരു ദൈവിക പ്രവൃത്തി നമ്മളിൽ തുടങ്ങുന്നില്ല. എപ്പോഴൊക്കെ നമ്മൾ ഞാൻ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല, മറ്റേ ആളാണ് എന്നേക്കാൾ മോശം, എന്നേക്കാൾ പാപി എന്ന് നമുക്ക് ചിന്ത വരുന്നുണ്ടെങ്കിൽ ഒരു ദൈവിക പ്രവൃത്തിയുടെ അഭാവം നമ്മളിലുണ്ടെന്ന് അത് കാണിക്കുന്നു. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വരുന്നത് ഞാനാ കുഴപ്പക്കാരൻ, എനിക്കാ മാനസാന്തരത്തിന്റെ ആവശ്യമുള്ളത്, ഞാനാ താഴേണ്ടത്. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്ക് ആ കാര്യത്തിൽ ഇതുണ്ട്. കാരണം അവർ മാതൃകയായിരിക്കാൻ അവരെ വിളിച്ചിരിക്കുന്നു. ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും ഈ മാതൃകയിലാണ് നടത്തേണ്ടത്. നമ്മൾ നല്ല ഇടനെ കുറിച്ച് വായിക്കുന്നുണ്ട്. നല്ല ഇടയൻ ആടുകളുടെ എല്ലാം പേര് വിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് മുന്നേ നടക്കുന്നു. പക്ഷെ കൂലിക്ക് വാങ്ങിയിടം ചെയ്യുന്നത് എന്താ? പുറകിൽ നിന്ന് തല്ലുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മളൊരു നല്ല ഇടയനാണ്. നമ്മുടെ ജീവിതത്തിന്റെ മാതൃക കാണിച്ച് ക്ഷമയില്, കരുണയില്, പൊറുക്കുന്നതില്, ചീർക്കാതിരിക്കുന്നതില്, അയോയോട് നമ്മൾ മുന്നേ നടന്നോണ്ടേ ഇരിക്കും. നമ്മളെ കണ്ടിട്ട് വേണം അവർ നമ്മുടെ പുറകെ വരാൻ. നമ്മളായിരിക്കണം മാതൃക. അതിന് പകരം നമ്മൾ പലപ്പോഴും കൂലിക്ക് വാങ്ങി ഇടനെ പോലെ പുറകെ നിന്നോണ്ട് നീ ശരിയല്ല, ഇവിടെ ശരിയല്ല, ഇവിടെ ശരിയല്ല, അങ്ങനല്ല, ഇങ്ങനല്ല. നമുക്കറിയാം, പുറകിൽ നിന്ന് ആടിനെ തല്ലിയാൽ ആട് 4 പാട് ഓടിപ്പോകും. പക്ഷെ ആടുകൾ എപ്പോഴും ഇടയന്റെ പുറകെയാണ് നടക്കുന്നത്. മുന്നേ പോകുന്ന ഇടയന്റെ ശ്രദ്ധിച്ച് പുറകെ നടന്നുകൊണ്ടിരിക്കുക. കൂട്ടം തെറ്റത്തില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഇടയൻ പുറകെ വന്ന് ആടുകളെ തല്ലുകയാണെങ്കിൽ ആടുകൾ 4 വഴിക്ക് ഓടിപ്പോ. നമുക്ക് അറിയത്തില്ല എങ്ങോട്ടാ പോകേണ്ടത്. ഈ അടി പേടിച്ചിട്ട് അവർ 4 വഴിക്ക് പോകും. പലപ്പോഴും നമ്മള് അങ്ങനത്തെ ഒരു ആത്മാവിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കാം. ഒത്തിരി പരാതികളുള്ളവരായി നമ്മൾ നന്ദിയുള്ളവരാണ്. 5:17 നമ്മൾ വായിക്കുന്നു, നന്ദിയുള്ളവരായും ഇരിപ്പിന്. ദൈവത്തോട് മാത്രമല്ല, ദൈവത്തോട് നമുക്ക് നന്ദി ഉണ്ടെങ്കിൽ നമുക്ക് മനുഷ്യരോടും നന്ദി ഉണ്ടാകും. നമുക്ക് തകർന്നു നിറഞ്ഞുള്ള ഹൃദയം ഉണ്ടെങ്കിൽ
ആ ഹൃദയത്തിൽ എപ്പോഴും നന്ദിയുടെ മനോഭാവം ഉണ്ടാകും. ഒരു ചെറിയ കാര്യം ചെയ്ത് കിട്ടുമ്പോൾ പോലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. സുരസന്മാർ ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ നമ്മൾ ഈ വഴികളിലാണോ നടക്കുന്നത്, നമ്മൾ അതിനെ ശോധന ചെയ്യാം. നമുക്കൊരു ഒരു 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 ബോധ്യമുണ്ടോ? ദൈവ വഴികളെ കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം കൂടുതൽ കൂടുതൽ പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? അതോ നമ്മളിങ്ങനെ ലക്ഷ്യമില്ലാത്തവരെ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? അപ്പോസ്തലൻ കോരിന്ത്യർ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ ആകാശത്തെ കുത്തുന്ന പോലെ അല്ല മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. എനിക്ക് വ്യക്തമായ ദർശനവും ലക്ഷ്യവും ഉണ്ട്. എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, എൻ്റെ കുടുംബ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ സഭാ ജീവിതത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിങ്ങനെ വാക്യം വായിക്കുന്നുണ്ടല്ലോ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറിയാലും. അപ്പൊ ആ ബാലൻ നടക്കേണ്ടുന്ന വഴി ഏതാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അഭ്യസിപ്പിക്കാൻ പറ്റും? നമ്മളെന്തായിരിക്കും ചെയ്യുന്നത്? വഴിയെക്കുറിച്ചൊരു ബോധ്യമുണ്ടല്ലേ, എൻ്റെ കുഞ്ഞിങ്ങനെ ആയി തീരണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ബോധ്യം ആത്മാവിലുണ്ടെങ്കിലേ ആ നിലയില് ഉപദേശത്തിലും ശാസനയിലൂടെയും അവനെ ആ വഴിയെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റം വരണം, എന്തൊക്കെ വിട്ടുകളയണം, എന്തൊക്കെ സ്വീകരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ബോധ്യം ഉണ്ടായി ഞാൻ എൻ്റെ കുഞ്ഞിനത് കർത്താവിന്റെ ബാലശിഷ്യ പത്യോപദേശം കൊടുത്ത് ഒറ്റി വളർത്തുകയാണെങ്കിൽ അവൻ ഒരിക്കലും വിട്ടുമാറത്തില്ല. പക്ഷെ എനിക്കങ്ങനെ ഒരു ലക്ഷ്യമില്ലാണ്ട് ഞാൻ വെറുതെ അവിടെ അടിച്ചു ഇവിടെ അടിച്ചു, അങ്ങനെ ശാസിച്ച് ഇങ്ങനെ ശാസിച്ച് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ഈ ശാസന പോലും സ്നേഹത്തിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ പറഞ്ഞു കർത്താവ് താൻ സ്നേഹിക്കുന്ന മക്കളെയാ ശാസിക്കുകയും ശിക്ഷിക്കുന്നത്. അപ്പൊ അത് വരുന്ന ഇവിടുന്ന സ്നേഹത്തിൽ നിന്നാ വരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളെ തന്നെ ശോധന ചെയ്താൽ അങ്ങനത്തെ ഒരു ആന്തരിക തലത്തിൽ മനോഭാവത്തിൽ നിന്നല്ല ശാസന വരുന്നത്. നമ്മളിങ്ങനെ പറയാറില്ലേ, കൊച്ചിനെ കുളിപ്പിച്ച് പാളയോടുകൂടി എടുത്ത് കളഞ്ഞെന്ന് പറയുന്ന പോലെ ശരിക്കും നമ്മുടെ ഈ ഒരു പ്രക്രിയയുടെ അനന്തരഫലം നമ്മളാൽ അവർ പിടിക്കപ്പെടണം. അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം വർദ്ധിച്ചു വരണം. നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ വിതയ്ക്കുന്നതാ കൊയ്യുന്നത്. നമ്മൾ ഗലാത്യർ വായിക്കുന്നുണ്ട്, ദൈവത്തെ പരിശോധിച്ചുകൂടാ മനുഷ്യൻ. നമ്മൾ സ്നേഹം വിതച്ചാൽ തീർച്ചയായിട്ടും സ്നേഹം തിരിച്ചു വരും. നമ്മൾ കോപം വിതച്ചാൽ നമ്മുടെ ഭാര്യമാരോടുള്ള ബന്ധത്തിലും മക്കളോടുള്ള ബന്ധത്തിലാണെങ്കിലും കോപം തിരിച്ചു വരുന്നു. നമ്മൾ എങ്ങോട്ടാ എന്ത് വിതയ്ക്കുന്നു അതാ വരുന്നത്. നമ്മൾ സ്നേഹം വിതയ്ക്കുകയാണെങ്കിൽ അതാ തിരിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സൗരയോട് സംസാരിച്ചപ്പം സിസ്റ്റർ പറഞ്ഞു, എന്നോട് ബ്രദർ പറഞ്ഞു, പഴയതെല്ലാം നമുക്കങ്ങ് വിടാം, എന്നിട്ട് പുതുതായിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, അങ്ങനെ വിടാൻ പറ്റത്തില്ല, ക്രമപ്പെടുത്തിയിട്ടേ വിടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സഹോദരൻ പറഞ്ഞു, ഞാൻ വിചാരിച്ച പുറകോട്ടൊക്കെ പോയതൊരു വിഷമം, അതുകൊണ്ട് അതൊക്കെ പയ്യങ്ങ് കണ്ടില്ലെന്ന് അടിച്ചിട്ട് ഇനി അങ്ങോട്ട് നന്നായിട്ട് ജീവിക്കാമെന്നുള്ളൊരു മനോഭാവത്തിലാണ് ഞാൻ പറഞ്ഞ സിസ്റ്ററിനെ അന്നേരം അവിടെ തന്നെ ഇട്ട് പിടിച്ചത് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് താഴാനോ കുറുക്കാനോ മറക്കാനോ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന അതൊക്കെ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ മുന്നോട്ട് തുടങ്ങിയാൽ അടിസ്ഥാനമില്ലാത്തൊരു വീട് പണിയുന്ന പോലെ ഭിത്തി കുറച്ച് പൊങ്ങിക്കഴിയുമ്പോഴാണ് താന്ന് മറിഞ്ഞു വീഴും. വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിൽ എത്തിച്ചേരും. നമുക്ക് എപ്പോഴും ഒരു ശരിയായ അടിസ്ഥാന ദൈവത്തിന്മേൽ ആവശ്യമുണ്ട്. ആ അടിസ്ഥാനം ഈ സ്നേഹമാണ്. ആ സ്നേഹം നമുക്കുണ്ടായി വർദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഓടുന്നത് അധ്വാനിക്കുന്നത് എല്ലാം വെറുതെയാണ്. അതിന്റെ ഏറ്റവും വലിയ ടെസ്റ്റ് ഇതാണ്, ഇങ്ങനെ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശരിയായ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതില്ലെങ്കിൽ നമ്മളൊരു ക്ലബ്ബ് പണിയുന്ന ഒരു മനോഭാവത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പലപ്പോഴും ഞാൻ സഹോദരന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, പറയും ബ്രദറെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല, സൗകര്യം ചോദിച്ചു നോക്ക്. അപ്പൊ അവര് പറഞ്ഞു വരുമ്പോൾ പറയുന്ന ഒരു കാര്യം, ശരിയാ പുള്ളി തന്നെത്താൻ സൂക്ഷിക്കുന്നുണ്ട്, പക്ഷെ എന്നോടൊരു പരിഗണനയോ സ്നേഹമോ ഒന്നും ഇല്ല, എന്നോട് മിണ്ടാറ് പോലും ഇല്ല, പുള്ളിക്ക് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞോട് കോപിക്കുന്നില്ല. ഇതൊക്കെ ശരിയാ, പക്ഷെ സ്നേഹമില്ല. കുറച്ച് സമയം എന്നോട് കൂടി ഇന്ന് ഇരിക്കാനോ സംസാരിക്കാനോ പുള്ളി സമയം കണ്ടെത്തത്തില്ല. പുള്ളി എന്നെ എപ്പോഴും അവോയ്ഡ് ചെയ്യുക ചെയ്യുന്നത്. എനിക്ക് ആവശ്യം മറ്റേതൊന്നുമില്ല, എനിക്ക് കുറച്ചേരം കൂട്ടായ്മ ആവശ്യം, എന്നോട് കുറച്ചേരം വർത്താനം പറയുക, അടുത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെ എനിക്ക് ആവശ്യം. മറ്റൊരു പരീക്ഷനാണ്.
എനിക്ക് എന്നാ കുഴപ്പമെന്നുള്ള മനോഭാവത്തിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന പരീക്ഷ നമുക്കറിയാം. ഇവരെ പോലെ ഒന്നും അല്ലാതെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ കൂട്ടായ്മ നമ്മളെ അടുത്തിരുത്തുന്നതും സംസാരിക്കാൻ സഹായിക്കുന്നതും ഉത്സാഹിപ്പിക്കുന്നതും ആ സ്നേഹം അല്ലെ. നമ്മൾ 2 വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവിന്റെ സൗരഭ്യം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. ആര് ഞങ്ങളുടെ അടുക്ക വന്നാലും ഈ സ്നേഹത്തിന്റെ സൗരഭ്യം, ദോഷം കണക്കിടാത്ത, ക്ഷമിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന, നമ്മളതല്ലേ പ്രതീക്ഷിക്കുന്നത്. നമ്മളൊരു പരാജയപ്പെട്ടിട്ട് വരുമ്പോൾ നമ്മളെ കുത്തുന്നതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നോട് പുറത്ത് എന്നോട് കരുണ തോന്നുള്ള ഒരു ആഗ്രഹമായിട്ടാണ് വരുന്നത്. അത് കിട്ടുന്നിടത്താണ് നമ്മൾ പെട്ടെന്ന് വളരാൻ തുടങ്ങുന്നത്. അതിന് പകരം ആ വീഴ്ചയോടുള്ള ബന്ധം നമ്മളെ കുത്തുകയും അത് ഏറ്റവും വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയും ചെയ്യുന്നിടത്ത് നമ്മൾ പുറകോട്ട് പോവുക ചെയ്യുന്നത്. അപ്പൊ ദൈവസ്നേഹം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അവസാനം അവിടെ പറയുന്ന സ്നേഹം ഒരു നാളും മുതിർന്നു പോകത്തില്ല. നമ്മുടെ ഉള്ളിൽ ഇത് വർദ്ധിച്ച് 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 അതിന്റെ പൂർണ്ണ വളർച്ചയിലേക്ക് വരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. അപ്പം പ്രാഥമികമായിട്ട് ഇത് നമ്മുടെ കുടുംബജീവിതങ്ങളെയാണ് പണിയുന്നത്. വ്യക്തിജീവിതങ്ങളെ പണിയും, കുടുംബജീവിതങ്ങളെ പണിയും, അതിനുശേഷം സഭാജീവിതത്തെ പണിയും. അങ്ങനത്തെ കുടുംബങ്ങള് അല്ലെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ ആ കുടുംബം ആ നില പണിയപ്പെടാൻ തുടങ്ങും. അങ്ങനെ പണിയപ്പെട്ട കുടുംബങ്ങൾ ചേർന്നുള്ള സഭയും അങ്ങനെ ഒരു ശരീരമായി തീരുന്നൊരവസ്ഥയായിരിക്കും. പരസ്പരം ഭിന്നതയൊന്നുമില്ല, അസൂയയില്ല, തന്നെത്താനെ ഉയർത്തുന്ന മനോഭാവമില്ല, താഴ്മയില്, സൗമ്യതയില്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, നമ്മളെക്കാൾ ശ്രേഷ്ഠം എണ്ണുന്ന ഒരു മനോഭാവത്തിൽ. അങ്ങനെയാണ് പരിശുദ്ധാത്മ നമ്മളെ പണിയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഒന്നിച്ചായിരിക്കുമ്പം ഇത് നമ്മുടെ ഹൃദയത്തിലൊരു മുദ്രാവാക്യമായിട്ട്, ഒരടയാളമായിട്ട് നമുക്ക് സ്വീകരിക്കാം. നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം, നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യാം. എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ, എൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ എന്താ എൻ്റെ മനോഭാവം? തിരിച്ചും ഭർത്താക്കന്മാരെ കുറിച്ച് സത്യസന്ധരായിട്ട് നമുക്ക് ദൈവസന്നിധിയില് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് കർത്താവിനോട് പറയും, കർത്താവ്, ഞാൻ ഇങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് മാറ്റം വേണം, എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ സ്നേഹം വേണം, ഞാൻ കണ്ടുമുട്ടുന്നവർക്കൊക്കെ സ്നേഹം കൊടുക്കാൻ എനിക്ക് കഴിയണം, ആ നിലയിൽ നീ എന്നെ പണിയണം എന്നുള്ള ഒരു അടിത്തറയിൽ നിന്ന് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ആദ്യം എനിക്ക് ഒരു രാജാവിനോട് എൻ്റെ അടുക്ക് പ്രവാചകനെ പറഞ്ഞു വിട്ടില്ല, എനിക്ക് ആരാന്ന് കറക്റ്റ് ഓർമ്മയില്ല, സിയാവാണോ എന്ന് സംശയമുണ്ട്. നീ മരിച്ചു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മളും നമ്മുടെ ഗ്രഹകാര്യം ആദ്യം ഒന്ന് ക്രമത്തിലാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതെല്ലാം പ്രാക്ടിക്കലായിട്ട് നമ്മുടെ കുടുംബത്തിലാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഇളകാത്തൊരടിസ്ഥാനം നമുക്കുണ്ടാകും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ സാത്താന് പ്രവേശിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾ കൂടിച്ചേരുന്ന സഭകളിലും സാത്താൻ അതിനോട് പ്രബലപ്പെടത്തില്ല. സാത്താൻ എങ്ങനെയാ പാതാളഗോപുരങ്ങൾ എങ്ങനെയാ പ്രബലപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ പാപത്തിലേക്ക് നമ്മളെ നയിച്ച കൈപ്പുള്ള മനോഭാവം, വെറുപ്പ്, ഉന്നത ഭാവം, നിഗളം, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മളെ വീഴിക്കുന്നത്. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞില്ല, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യമില്ല എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ പറയുന്നത്, അവൻ്റെതൊന്നും എൻ്റെ ഉള്ളിലില്ല, എൻ്റെ ഉള്ളിൽ അവൻ അവകാശം പറയാൻ കഴിയുന്ന കയ്പോ വെറുപ്പോ ഭാവമോ അശുദ്ധി ഒന്നുമില്ല. നമ്മളെയും അങ്ങോട്ടാണ് ദൈവം നയിക്കാൻ ആഗ്രഹിക്കുക. സാത്താൻ അവകാശം പറയാൻ ഒന്നുമില്ലാത്ത, നമ്മൾ കയ്പുള്ളപ്പം സാത്താൻ അവകാശമുണ്ട് അവിടെ, വെറുപ്പുള്ളപ്പം, ഉന്നത ഭാവമുള്ളപ്പം, നികളമുള്ളപ്പം, വ്യാജഭാവമുള്ളപ്പം സാത്താൻ്റെതാകില്ല. നമ്മൾ അതിനെല്ലാം വളരെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ ആണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനോടുള്ള ബന്ധത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്, ഇങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ നിലയില് സൗരസന്മാരെ ദൈവത്തെ അന്വേഷിക്കാൻ, കുഞ്ഞുങ്ങളെ ഈ സ്നേഹത്തിൽ വളരാനുള്ള ഒരു ഓട്ടത്തിലായിരിക്കാം. അപ്പൊ ഇതിനോടൊപ്പം ബാക്കിയെല്ലാം വന്നോളും. പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്ന ഇത് നഷ്ടപ്പെടുന്നു, ബാക്കിയുണ്ട്. വചനത്തിന്റെ അറിവ് കൂടുന്നുണ്ട്, ജ്ഞാനം കൂടുന്നുണ്ട്, ഉപദേശം പഠിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്, പക്ഷേ സ്നേഹമില്ല. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ സ്നേഹം ഉണ്ടെങ്കിലോ എല്ലാം ഉണ്ട്.
തിമോഥെയോസിനോട് പറഞ്ഞു, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. അവിടെ അപ്പോസ്തലൻ പറയുന്നത് നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം, ശുദ്ധ ഹൃദയം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ചിലരിത് വിട്ടുമാറി, സ്നേഹം വിട്ടുമാറി ധർമ്മോപദേഷ്ടക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. സ്നേഹമില്ല, പക്ഷെ ഉപദേശം പറയാൻ ഭയങ്കര അല്ലെ, പ്രബോധിപ്പിക്കാൻ, പ്രസംഗിക്കാൻ ഒക്കെ ഭയങ്കര ഒരു എനർജിയാണ്. പക്ഷെ എന്തില്ല? സ്നേഹമില്ല. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹത്തിലേക്ക് കൊണ്ടുപോകേണ്ടേ. ആ സ്നേഹമാണ് നമ്മളെ പത്യോപദേശത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പം ശരിക്കും ധർമ്മോപദേശം ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്കുള്ളതാണ്. അവിടെ പറയുന്നുണ്ട്, പത്യോപദേശം എന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ്. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയല്ല. ജഡത്തിന്റെ മോഹം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ജഡത്തിന്റെ പ്രവൃത്തികളാണ്. നമ്മൾ പലപ്പോഴും ന്യായപ്രമാണത്തിന്റെ തലത്തിൽ നിന്ന് ജഡത്തോട് പോരാടിക്കൊണ്ട് നിൽക്കുക. പക്ഷെ നമ്മൾ അവിടുന്ന് ജീവന്റെ പ്രമാണത്തിലേക്ക് വരണം. റോമർ 8:3 പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അത് സ്നേഹത്തിന്റെ പ്രമാണമാണ്. എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിക്കുകയും. അവിടെ നമുക്ക് ഈ സത്യത്തെ മുറുകെ പിടിക്കാം. ഇതിനെ ഒരു ടെസ്റ്റായിട്ട് എടുക്കാം. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടോന്ന് ആശോധന ചെയ്യും. എന്ന് പറഞ്ഞാൽ ദോഷം കണക്കിടുന്നുണ്ടോ ഞാൻ? എനിക്ക് കയ്പുണ്ടോ, ചീർക്കുന്നുണ്ടോ, നീരസമുണ്ടോ? അതൊക്കെ ഉണ്ട്. സ്നേഹം ഇല്ലെന്നാണ് കാണിക്കുന്നത്. ഈ ഉപദേശം നമ്മളെ സ്നേഹത്തിന്റെ വളർച്ച, സ്നേഹത്തിനായിട്ടുള്ള വളർച്ചയിലേക്ക് നയിക്കണം. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഗൗരവത്തോടെ എടുത്തൊരു പോരാട്ടത്തിലായിരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്രോസ്നങ്ങളുടെ പിതാവേ, ഈ രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് അവിടുത്തെ വചനത്തിലടികൾ വായിക്കുന്നല്ലോ. കർത്താവെ, ആ സ്നേഹം പുറത്തേക്ക് വരുന്നതിന് തടസ്സമായി ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിലും മനോഭാവങ്ങളിലും ഒരു വലിയ രൂപാന്തരം വരുത്തി അടികളെ പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയത്തിനെപ്പോഴും മരിപ്പാനും ആ സ്നേഹം പുറത്തേക്ക് വരത്തക്കവണ്ണം ഒരു ചാലി കീറുവാനും തക്കവണ്ണം താഴ്മയുള്ളവരാക്കിയ അടികളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരന്തരമായി ആത്മാവിന്റെ ശബ്ദം കേട്ട് ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ അടികളെ ബലപ്പെടുത്തണം. ആത്മാവിനെ അളവ് കൂടാതെ അടികളിൽ പകർന്ന് ഈ സത്യങ്ങളിലേക്ക് അടികളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ചായിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കായും സഹോദരിമാർക്കായും കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, അടികളുടെ എല്ലാ ഹൃദയങ്ങളെ ഈ സത്യത്താൽ പിടിക്കപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഫലം കായ്ക്കുന്ന ഒരു ജീവിതം നയിച്ച് അടികളായിരിക്കുന്ന സാധനങ്ങളെല്ലാം അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ അടികളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ, ആമേൻ.